ഫുഡ് ആ പോക്ക് കണ്ടാല് താങ്കൾ എവിടെ പോയാലും എന്റെ ക്യാമറ കണ്ണുകൾ താങ്കളുടെ പിന്നാലെ ഉണ്ടാകും. അങ്ങനെ അങ്ങ് ഓടി പോകല്ലേ കള്ള. ഞാനിത് ഷൂട്ട് ചെയ്യേ കേട്ടോ പോകുമ്പോ വിശക്കുന്നുണ്ട്. അല്ലേ നോക്കാം. ശരി, എന്നാ പോലീസുകാരൻ പോയി വാങ്ങിട്ട് വാ. ഓർഡർ ചെയ്ത് വരുന്ന ഫുഡ് വരാനുള്ളത് കാണുമ്പോഴുള്ള ഒരു വെപ്രാളമില്ലേ, ആ വെപ്രാളമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശക്കുന്നുണ്ട്. ആ നല്ല ഫുഡായിരിക്കും. പ്രതീക്ഷ, വിശ്വാസം, അതല്ലേ എല്ലാം. ഓ മൈ ഗോഡ്, ആക്രാന്തം അറ്റ് ഇറ്റ്സ് പീക്ക്. കസ്റ്റമേഴ്സൊക്കെ പറയുന്നത് റിവ്യൂസ് പറഞ്ഞാൽ നല്ല റിവ്യൂസാണ്. 3 റോൾ കൊടുക്കുന്നത്, 1 തനിക്ക് 2 തനിക്ക്. ആ നല്ല സൈസുണ്ട്, നല്ല സൈസുണ്ട്. ഇതൊരു ടിപ്പിക്കൽ അൺബോക്സിംഗ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഇല്ല, ഞാൻ തുപ്പിക്കളയും. ഇത് കുളു റോൾ. ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റോൾസ് കുളു റോൾസ്. കുളു റോൾസ്. മൗത്ത് ഫ്രഷ്നർ തിന്നിട്ട് വായിലിട്ട് സ്മെല്ലടിക്കാതിരിക്കാനാണോ? ഞാൻ ഫസ്റ്റ് ടൈം ഒരു റോളിന്റെ കൂട്ടത്തില് മൗത്ത് ഫ്രഷ്നർ വന്നത്. 2 റോളിന്റെ ആവശ്യം വരുത്തുള്ളൂ. ഈ റോള് കഴിച്ച് വീട്ടിൽ ചെല്ലുന്ന ആൾക്കാർ ഈ മൗത്ത് ഫ്രഷ്നർ യൂസ് ചെയ്ത് വായിലിട്ട് ചവച്ചിട്ട് ചെല്ലുക. എനിക്കത് കേട്ടിനാണ് സാധനം എടുക്കുന്നതാണ്. വീട്ടുകാരിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒറ്റമൂലി മൗത്ത് ഫ്രഷ്നർ. ഇത് പെയ്ഡ് പ്രമോഷൻ അല്ല. ഓക്കെ, കഴിക്ക്. ഓക്കെ, ഹായ് ബൈ ഗൈസ്. ഇനി ഫുഡ് കഴിക്കാൻ പോയേ പറ്റത്തുള്ളൂ, രക്ഷയില്ല, വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് ഉള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു സാധനമാണ് ഇത്. ടോണിക് റോൾസോ. അതെ, കൂടെ തന്നെ മൗത്ത് ഫ്രഷ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിച്ചിട്ട് വീട്ടിൽ കയറിച്ചല്ലോ. ഒരാൾക്ക് ഒരു റോൾ മതി. ലിറ്ററലി ഒരാൾക്ക് ഒരു റോളിന്റെ ആവശ്യമുള്ളൂ.
ബൈ, ഗുഡ് നൈറ്റ്. ബൈ. ഇത് കിട്ടിയപ്പോൾ റോളായിരുന്നു. ഇതിപ്പോൾ മറ്റേ പൊറോട്ടയും ബീഫും അല്ലേ, പൊറോട്ട ചിക്കൻ കഴിക്കുന്ന പോലെ ഉണ്ട്. പൊറോട്ട അല്ലല്ലോ, ഒരു റൊട്ടിയല്ലേ, ഫ്രഞ്ച് ഫ്രൈസ്. കുടൂറുള്ളത് മനസ്സിൽ നിന്ന് പ്രാവുന്നുണ്ടാവും. ഇതിന്റെ പേരെന്താ? കുടൂർ റോൾസ്. അത് മനസ്സിലായി. കുടൂർ റോൾ. ഇതിന്റെ പേര് കുടൂർ റോളെന്നാ. കുടു. ഇത് രണ്ടും ഒന്ന് സ്പൈസി ചിക്കനും ഒന്ന് മസാല ചിക്കനും എന്തോ. അത് നോർമൽ റോളാണോ? കുടു 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 അല്ല കുടു. കുടു. കുടു 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 ഇരിക്കോ? അല്ല, പേരാണ് കണ്ടുപിടിക്കണത്. ഇല്ല, ഇതൊരു കഴിഞ്ഞ ദിവസങ്ങൾ എവിടെയോ കേട്ടതാണ്. ബാംഗ്ലൂർ ഫേമസ് ആയിട്ടുള്ള റോളാ കുടു റോളെന്ന്. ഇതിപ്പോൾ കുടു റോള് മാറിയിട്ട് നമ്മളെ ചീത്ത വിളിക്കുന്നുണ്ടാവും. കൊള്ളാം. ഒരു നല്ലൊരു മീൽസാണ്. അങ്ങനെ നമ്മൾ അടുത്ത റോളിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ പേരെന്തോ നോക്കട്ടെ ലിസ്റ്റിൽ. CC എന്ന് പറയുന്നുണ്ട്. CC ഓർഡർ ഞാൻ തന്നെ പറഞ്ഞു. CC കാർബൺ കോപ്പി. ഇത് എങ്കിൽ പിന്നെ ചുട്ടരച്ച ചിക്കൻ ആയിരിക്കും. ചുട്ടരച്ച ചിക്കനും ആവാൻ വഴിയില്ല. പിന്നെന്താണെന്തോ കാർബൺ ക്ലോറോക്സൈഡ് ആയിരിക്കും. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? പുതിയ ഡിഷാ. എനിക്ക് വിഷയം തിരിക്കാൻ കഴിയുന്നു. മറ്റേ പുള്ളി എന്തോ സാധനം ശരിക്കും കരുതിയായിരുന്നു. ഇത് ക്രിസ്പി ചിക്കൻ റോൾ. ഹലോ ഗൈസ്, ക്രിസ്പി ചിക്കൻ റോൾ എങ്ങനെ തിന്നാമെന്ന് ഞങ്ങളിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ക്രിസ്പി ചിക്കൻ എങ്ങനെ തിന്നാമെന്നതാ നിങ്ങൾ കണ്ടുകൊള്ളൂ. സത്യം പറഞ്ഞാൽ ഈ റോളുകൾ ഉണ്ടാക്കിയ മനുഷ്യൻ കണ്ട പറയും ഇവനൊക്കെ എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന്. അതെ, ഇത് കണ്ടിട്ട് ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് തോന്നുന്നു. ചപ്പാത്തിയോ? കൊള്ളാമോ? കൊള്ളില്ലേ? ഗുഡോ? ഗുഡേ ഉള്ളോ? വെരി ഗുഡില്ലേ? ഇതെന്താണ് സാധനം? ഓ, ഇതില്ല, മറ്റേ KFC ഇതിനകത്ത് ചിക്കൻ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ചപ്പാത്തിയിൽ KFC പൊതിഞ്ഞ് തന്നിരിക്കുന്നു ഗൈസ്. റുമാലി ഭൂട്ട് പ്രാന്തന്മാർക്ക് ഇത് റുമാലി റൊട്ടി ആയിരിക്കും. പക്ഷെ എന്നെ പോലുള്ള പാവങ്ങൾക്ക് ഇത് ചപ്പാത്തിക്കകത്ത് KFC തിരികെ തന്നിരിക്കുക എന്നത് പോലെയാണ്. നമ്മൾ എന്ത് സാധനം കണ്ടാലും അതിന്റെ കുറ്റം മാത്രമേ പറയാവൂ. അതാണേ. ഇതെന്ത് സാധനമാണിത്? കണ്ടിട്ട് ഉരുളക്കിഴങ്ങ് പൊലിക്കണില്ലേ? ഇല്ല, ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ശരിക്കും ഉരുളക്കിഴങ്ങാണോ? ഫ്രഞ്ച് ഫ്രൈസ് ഉരുളക്കിഴങ്ങ? സോറി ഗൈസ്. അങ്ങനെ ഗൈസ്, അങ്ങനെ ആ നഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇത് നുള്ളിപ്പറക്കി തിന്നുമ്പോഴത്തേനും ചേട്ടൻ മൊത്തം തിന്ന് തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, ചേട്ടൻ KFCയുടെ ഫാൻ ആയതുകൊണ്ട് ചേട്ടൻ കുറച്ചുകൂടി. KFC അല്ല, മറ്റേ സാധനം എന്താണ് അതിൻ്റെ പേര്? ബ്രോസ്റ്റഡ്. കൊള്ളാം. ഇത് ആക്ച്വലി ഇവർ നല്ല ഓഫറൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കിത് എത്ര കിട്ടി? 400 രൂപ. അതെ, 450 രൂപയ്ക്ക് 3 റോള്. 2 റോളിന് എന്തോ 420 വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഓഫറും കൂടി ഇൻക്ലൂഡ് ചെയ്തു 450 സംതിങ്.
പക്ഷെ വർത്തിട്ടാണ്. നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യാം. അല്ല അവിടെ ടോണിക് ബ്ലോഗ്സോ, കാരണം അറ്റ്ലീസ്റ്റ് ഇവിടെ ഇന്ദിരാനഗറിലാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്. സാധനം നല്ല, അവർ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ റിവ്യൂസ് കൊണ്ടേഷൻ നല്ല റിവ്യൂസ് അവർക്കുണ്ട്, ഹൈജീനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. 4 സംതിങ് ഉണ്ട്. ഞാനത് ഗൂഗിൾ റിവ്യൂസ് നോക്കിയായിരുന്നു. അതെ, ഇവർക്ക് ഇന്ദിരാനഗർ 4.3. യെസ്. ഫോട്ടോസ് മറ്റേ ചെറിയൊരു സ്റ്റോറാണ്, നമ്മൾ ഇതുവരെ പോയിട്ടില്ല അവിടേക്ക്. ഓക്കെ, പക്ഷെ 4.3 റേറ്റിംഗ് ഉണ്ട്. വാങ്ങി ട്രൈ ചെയ്യൂ. അപ്പോൾ ഞങ്ങളിത് അറ്റാക്ക് ചെയ്തിട്ട് അടുത്ത എന്തായിരുന്നു സ്പൈസി ചിക്കനോ, ഇതാണോ സ്പൈസി? കാണത്തില്ല, ഇനി സമയമില്ല, വിഷയം ബാക്കി കഴിച്ചിരുന്നു. ഓക്കെ, കഴിച്ചു തീർത്തിട്ട് പിന്നെ അടുത്ത വീഡിയോ കൊണ്ട് വരാമേ. സോറി, അടുത്ത വീഡിയോയിൽ കാണാം. റോളും കൊണ്ട് വരാം. 3ാമത്തെ റോള് തീർക്കുമ്പോൾ എന്തൊരാക്രാന്തം. പതുക്കെ തിന്നടോ, പതുക്കെ. ഇങ്ങനെ ആക്രാന്തം പിടിച്ച് തിന്നാൻ പാടില്ല മനുഷ്യന്മാരായാല്. മറ്റേ അശ്വിൻ ഗണേഷ് പറഞ്ഞത് മനുഷ്യർ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ആഹാരം കഴിക്കും. ആഹാരം കഴിക്കാം, പക്ഷെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വയറിങ്ങനെ അശ്വിൻ ഗണേഷ് ഫിറ്റാണ്. അവൻ ജിമ്മിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് നല്ല ഫിറ്റ് ബോഡിയാണ്. ഇന്നത്തെ ചേട്ടനെ പോലെ കുടവയറുന്നതല്ല അശ്വിൻ ഗണേഷ്. ഗായ്സ്, ചേട്ടൻ ആക്രാന്തം കുറച്ച് കൂടുതലാണ്, പ്രത്യേകിച്ച് ഫുഡിൻ്റെ വിഷയത്തിൽ. കണ്ട, ഇനിയും ഞാൻ വീഡിയോ എടുത്താൽ ചേട്ടൻ എന്നെ കൊല്ലും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം.